മതപരമായ വ്യത്യാസങ്ങൾ സാമൂഹിക ബന്ധങ്ങളെ ബാധിക്കരുതെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അയൽക്കാർ, സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ എന്നിവരുമായി നല്ല ബന്ധം നിലനിർത്താൻ മുസ്ലിങ്ങൾ ശ്രമിക്കണം. പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. പ്രിയപ്പെട്ട നബി മറ്റു മതസ്ഥരുമായി സൗഹൃദപരമായും സഹാനുഭൂതിയോടെയും പെരുമാറിയിരുന്നു. സിറാജുൽ ഉലൂം സ്കൂളിലെ അധ്യാപികയുടെ വാക്കുകൾ സമൂഹത്തിൽ എങ്ങനെ ദോഷകരമായി ബാധിക്കുന്നു? ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം മതം ഒരു പ്രത്യേക നിലപാട് സ്വീകരിക്കുന്നില്ല. ഇസ്ലാം പ്രധാനമായും 2 ആഘോഷങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്: ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. ഈ 2 പെരുന്നാളുകളും മതപരമായ കാരണങ്ങളാൽ ആഘോഷിക്കപ്പെടുന്നു. അതേസമയം ഓണം ഒരു മതേതരവും സാംസ്കാരികവുമായ ആഘോഷമാണ്. അതിനാൽ ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് ഇസ്ലാമിക പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഓണം ഒരു കാർഷികോത്സവവും കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഭാഗവുമാണെന്ന് കരുതുന്ന പണ്ഡിതന്മാർ ഇത് മതപരമായ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടതല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുന്നതിൽ തെറ്റില്ലെന്ന് പറയുന്നു. സദ്യ ഒരുക്കുക, പൂക്കളമിടുക, ഓണപ്പാട്ടുകൾ പാടുക തുടങ്ങിയ കാര്യങ്ങൾ മതപരമായ ചടങ്ങുകളല്ല, മറിച്ച് കേരളീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇത്തരം കാര്യങ്ങളിൽ പങ്കെടുക്കുന്നത് കൊണ്ട് സാമൂഹിക ഐക്യവും സൗഹാർദ്ദവും നിലനിർത്താൻ കഴിയുമെന്നും ഈ അഭിപ്രായക്കാർ കരുതുന്നു. പ്രതികൂല നിലപാടുകാർ പറയുന്നതിങ്ങനെ: ഓണം ഒരു ഹൈന്ദവ പുരാണവുമായി ബന്ധപ്പെട്ട ആഘോഷമാണെന്നും ഒരു മുസ്ലിം മറ്റൊരു മതത്തിൻ്റെ ആഘോഷങ്ങളിൽ പങ്കെടുത്തുകൂടാ എന്നും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ഇത് അവരുടെ മതപരമായ തനിമയെ ബാധിക്കുമെന്നും ഇവർ വിശ്വസിക്കുന്നു. ഇത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് മതപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. മിക്ക മുസ്ലിം കുടുംബങ്ങളും ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ ഇഷ്ടപ്പെടുന്നു. അവർ ഓണസദ്യ ഒരുക്കുകയും അയൽക്കാരുമായി പങ്കുവെക്കുകയും ചെയ്യുന്നു. ഈ ഓണാഘോഷങ്ങൾ കേരളത്തിൻ്റെ സാംസ്കാരിക ഐക്യം നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്നത് വ്യക്തിപരമായ തീരുമാനമാണ്. തൃശ്ശൂർ കടവല്ലൂരിൽ പ്രവർത്തിക്കുന്ന സിറാജുൽ ഉലൂം ഇംഗ്ലീഷ് സ്കൂളിലെ അധ്യാപിക ഓണാഘോഷത്തിൽ നിന്ന് മുസ്ലിം വിദ്യാർത്ഥികളെ മാറ്റി നിർത്തണമെന്ന് നിർദ്ദേശിച്ച് ഒരു വോയിസ് മെസ്സേജ് അയച്ചതിൻ്റെ പിന്നിലെ സാഹചര്യങ്ങൾ എന്താണ്? അറബി ഭാഷാ പഠനം പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി രൂപീകരിച്ച ഒരു വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഈ അധ്യാപിക വിവാദപരമായ ശബ്ദ സന്ദേശം അയച്ചത്. ഓണാഘോഷത്തിനോട് അനുബന്ധിച്ച് കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് നൽകുന്ന ഓണസദ്യ ഒഴിവാക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു ഗ്രൂപ്പിലെ അംഗങ്ങൾ. വിവാദം ശക്തമായപ്പോൾ അധ്യാപിക തൻ്റെ പ്രസ്താവനയെക്കുറിച്ച് വിശദീകരണം നൽകി. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന കാര്യത്തിൽ ചില രക്ഷിതാക്കളുമായി ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായപ്പോൾ അതിൻ്റെ ഭാഗമായി അബദ്ധത്തിൽ സംഭവിച്ചു പോയ ഒരു പ്രസ്താവനയാണെന്നാണ് അവർ പറഞ്ഞത്. സത്യത്തിൽ ഓണാഘോഷം വിലക്കിയതിനെക്കുറിച്ച് ഇത്ര വലിയ കുഴപ്പങ്ങൾ തങ്ങളുടെ സ്വന്തം മക്കളുടെ മതപരമായുള്ള ഭാവിയെക്കുറിച്ച് രക്ഷിതാക്കൾ ചിന്തിക്കുന്നുമില്ല. കല്യാണം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞാൽ തുടങ്ങും: ഉസ്താദെ, ഭാര്യയ്ക്ക് ഇതുവരെ വിശേഷമായില്ല, ദുആ ചെയ്യണം. അങ്ങനെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ദുആ ചെയ്ത് പരിഹരിച്ചു നൽകുന്ന ഒരു സാമൂഹിക ജീവിയാണല്ലോ ഉസ്താദുമാർ. അവരെങ്ങനെ ദുആ ചെയ്ത് മറ്റുള്ളവർ ആമീൻ പറഞ്ഞു. ഒരു കുട്ടിയുണ്ടായിക്കഴിഞ്ഞാൽ ഈ ഉസ്താദുമായി ആ കുട്ടിക്ക് യാതൊരു ബന്ധവുമില്ല. പിന്നീട് കുട്ടി പഠിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിലാണ്. ഇവിടെ നിന്ന് എങ്ങനെ ഖുർആൻ കുട്ടി പഠിക്കും? ഓതാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ കുട്ടികളിൽ മതം കണ്ടെത്താൻ കഴിയുക? അള്ളാഹു തന്നെ പറയുന്നത് ഓതാനാണ്. ഒട്ടേറെ മദ്രസകൾ ഉണ്ടായിട്ടും അവിടെ പഠിക്കുവാൻ കുട്ടികളില്ല എന്നുള്ള കാര്യമാണ് പല മദ്രസ സ്ഥാപനങ്ങൾക്കും ഇപ്പോൾ പറയാനുള്ളത്. ഈ കാര്യങ്ങളൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. ഓണാഘോഷം വിലക്കിയതിൽ വലിയ കുറ്റം. തങ്ങൾക്ക് അമാനത്തായി അള്ളാഹു ഏൽപ്പിച്ചു നൽകിയ പൊന്നുമക്കളുടെ മതപരമായ വിദ്യാഭ്യാസത്തിൽ യാതൊരു ശ്രദ്ധയും ചെലുത്താത്ത ചില രക്ഷിതാക്കളും നമ്മുടെ ഇടയിലുണ്ട്.